ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയും അതുപോലെ തന്നെ വരുണും കൂടി ഒരു പാർക്കിൽ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട്, എന്നാലും അവന് സമ്മതിക്കണം, ആ മനോഹർ എന്ന് പറഞ്ഞൊരുത്തിന് അവന്റെ തൊലിക്കെട്ടി അപാരം തന്നെ. എത്ര എത്ര പെൺകുട്ടികളെ അവൻ ചതിച്ചിരിക്കുന്നത്. പാവപ്പെട്ട പെൺകുട്ടികൾ എത്ര പേരുടെ കണ്ണീരാ അവന്റെ തലക്ക് മുകളിൽ ശാപമായിട്ടുള്ളത് എന്ന് പറയുമ്പോ നിധ പറയുന്നുണ്ട്, അതെ, എന്നെയും അവൻ ചതിക്കാൻ നോക്കിയതാണല്ലോ. ഒരു കണക്കിന് അവനോട് ഞാൻ നന്ദി പറയണം. അവനുള്ളത് കൊണ്ടിട്ടാ എനിക്ക് വരണ്ടേട്ടനെ കാണാനും സംസാരിക്കാനും അടുക്കാനും പറ്റിയത്. അവര് മാത്രല്ല കേട്ടോ, കല്യാണി ചേച്ചിയും അതുപോലെ തന്നെ അവനാണ് ചതിക്കപ്പെട്ട് പെമ്പിള്ളനും കാണണോ എനിക്ക് ഇങ്ങനത്തെ ഒരു ബന്ധം കിട്ടിയത് എന്ന് പറയുമ്പോ വരുൺ പറയണ്ട്, അതൊക്കെ ശരിയാ, പക്ഷെ അവന് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല നിധി. ഇത്രയൊക്കെ പെമ്പിള്ളയുടെ ജീവിതം നശിപ്പിച്ച അവന് എന്തായാലും നല്ല അടിപൊളി പണി തന്നെ തിരിച്ചു കൊടുക്കണം. കല്യാണിച്ചിന്റെ ഈ പണി എന്തായാലും അടിപൊളി പണി തന്നെ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് വരുണിന്റെ ഫോണിലേക്ക് മനോഹർ വിളിക്കാട്ടോ, ദേ അവൻ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പറയാണ്. പാർക്കിലേക്ക് വരാൻ പറ്റുമോ, ഞാനിവിടെ സമ്മാനമായിട്ട് കാത്തു നിൽപ്പുണ്ട് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവനെന്തോ സമ്മാനമായിട്ട് പാർക്കിൽ കാത്തു നിൽക്കേണ്ടി വരാനാ പറയുന്നത്. എന്നാ വേഷം മാറി പൊയ്ക്കോ എന്ന് നിധ പറയാണ്. ഇനി വേഷം മാറണം, അതാ ഒരു പണി. എന്തായാലും അവൻ എന്തോ സമ്മാനം മേടിച്ചിട്ടുണ്ട്. ടെക്സ്റ്റൈൽസിലേക്കല്ല അവൻ പോയത്. 2 സാരിയോ ചുരിദാറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാ നിനക്ക് ഞാൻ തരും. കാരണം അവന്റെ ചതിപെട്ട പെണ്ണുങ്ങളിൽ ഒരാളാ നീ. നിനക്ക് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അവൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാം. അവൻ പണം ചെലവാക്കട്ടെ, ഒരുപാട് അങ്ങനെ ചെലവാക്കട്ടെ എന്നൊക്കെ വരുൺ പറയാണ്. ശേഷം നിധത് പണ്ടെങ്കിൽ ശരി ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ശേഷം വരുൺ ഡ്രസ്സൊക്കെ മാറി വന്ദനയായിട്ട് നമ്മുടെ പാർക്കിലേക്ക് പോവാട്ടോ. അവിടെ മനോഹർ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ മനോഹറിന്റെ അടുത്തേക്ക് വന്ദന വന്നിട്ട് നിൽക്കുകയാണ്. വന്നിട്ട് ഒരുപാട് നേരം വന്ദന ആക്ഷൻ കാണിക്കുമ്പോ, ഇല്ല മോളു അധികം നേരമൊന്നും ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തിന് അവിടെ അടുത്തേക്ക് കുറച്ചു പേര് വരുവാട്ടോ. ഓ ശല്യങ്ങള്, മോള് നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വന്ദനയും കൂട്ടിക്കൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി ഇരിക്കുകയാണ്. അതിനുശേഷം അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടെന്ന് നോക്കുന്നുണ്ട്. മനോഹർ ആരില്ലെന്ന് ഉറപ്പ് വരുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, വന്ദനെ ഞാനൊന്ന് അടുത്തിരുന്നോട്ടെ. ഇരുന്നോ എന്ന് വന്ദന കാണിക്കാണ്. ഞാനൊന്ന് തൊട്ടോട്ട് ഇടോ എന്ന് പറയുമ്പോ തൊട്ടോ എന്ന് പറയണ്ട. അങ്ങനെ വന്ദനെ കെട്ടിപ്പിടിക്കാണ് മനോഹർ. എന്റെ കയ്യിലേക്ക് പിടിച്ച് പറയുന്നുണ്ട്, വന്ദനെ സത്യം പറയാലോ, എനിക്ക് വന്ദനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നുക. അതുകൊണ്ട് വന്ദനയ്ക്ക് ഒരു സമ്മാനം ഞാൻ മേടിച്ചിട്ടുണ്ട്, 2 സാരി എന്ന് പറയാണ്. സാരി ഒന്നും ഇപ്പൊ വേണ്ട എന്ന് വന്ദന ആക്ഷൻ കാണിക്കാണ്. കല്യാണത്തിന് ശേഷം മതി എന്ന് പറയുമ്പോ, എനിക്കറിയാം താൻ ഇങ്ങനെ പറയുള്ളൂ എന്ന്. ദേ ഇത് ഞാൻ തനിക്ക് തരുന്നൊരു സമ്മാനമാണ്, താൻ ഇത് വാങ്ങണം എന്ന് പറയാണ്. എന്നിട്ട് താൻ ഇനി അടുത്ത പ്രാവശ്യം കാണാൻ വേണ്ടി വരുമ്പോഴേക്കും ദേ ഇതിലൊരു സാരി എടുത്തിട്ട് വേണം വരാനായിട്ട് എന്ന് പറയാണ്. വന്ദന പറയുന്നുണ്ട്, 2 സാരിയും ഉടുക്കാം, അതിൽ ഏത് സാരി ഫോട്ടോ അടിച്ചിടാം, അതിൽ ഏത് സാരി ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ അത് ഉടുക്കാമെന്ന് വന്ദന ആക്ഷൻ വഴി പറയുമ്പോ, ഓ അത് മതി 2 സാരി ഉടുക്കാം, അതിൽ ഏത് അത് ഏത് സാരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ട് വരാന്നല്ലേ. ഓ അത് മതി വന്ദന എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ അമ്മുമ്മനെയാണ് കേട്ടോ. അമ്മുമ്മ നമ്മുടെ കിരണിന്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് കിരണിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഡോറിൽ മുട്ടണ മുമ്പ് നമ്മുടെ കിരണും കല്യാണി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഡോറിൽ മുട്ടുമ്പോഴേക്കും നമ്മുടെ കിരൺ പറഞ്ഞിട്ട്, കല്യാണി ആരും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കിരൺ പെട്ടെന്ന് കയ്യില് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ബോധമില്ലാത്ത പോലെ ഇങ്ങനെ ശവം പോലെ അങ്ങനെ കിടക്കുക കേട്ടോ. അപ്പൊ വാതിൽ തുറക്കുമ്പോ അമ്മുമ്മയായിരിക്കും. ആ അമ്മുമ്മയോ വാ അമ്മുമ്മ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മോളെ ഇപ്പൊ കിരണിന് എങ്ങനെയുണ്ട്? കണ്ടില്ല അമ്മുമ്മ, ഇതേ കിടപ്പാണ്, ആരെയും ഓർമ്മയില്ല, ബോധമില്ല, കിടന്ന കിടപ്പ് ഇങ്ങനെ തന്നെ കിടക്കുവാണ്. അയ്യോ, എന്നാലും ഇങ്ങനത്തെ കിടപ്പ് കാണേണ്ടി വന്നല്ലോ എന്റെ ഭഗവാനെ. എത്രമാത്രം പ്രാർത്ഥിച്ചാണ് കിഴമോനെ ഒന്നും സംഭവിക്കരുതെന്ന്. ഇപ്പൊ ഇങ്ങനെ കിടക്കാണെന്ന് കാണേണ്ടി വന്നല്ലോ ഈശ്വര. എത്ര നല്ല ആൾക്കാർ, എന്തിനാ ഈശ്വര ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് അമ്മൂമ്മ പറയാണ്. കല്യാണി മോളെ നീ വിഷമിക്കേണ്ട കേട്ടോ, എല്ലാം ശരിയാവും. എനിക്ക് വിഷമമില്ല അമ്മമ്മേ. എനിക്ക് ഇതുപോലത്തെ എന്തോരം സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അതേ മോളെ, ഇതുപോലത്തെ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. ഇതും അതുപോലെ കടന്നു പോകും. കിരൺമോൻ നല്ല ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ്. എത്രയും പെട്ടെന്ന് ശരിയാവും മോള്, വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാണ്. അല്ല അമ്മൂമ്മ കാദംബരിച്ചിന് വീട്ടിൽ പോവാറില്ലേ? പോയായിരുന്നു മോളെ, ഇന്നലെ പോയായിരുന്നു. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെ? ഇല്ല അമ്മൂമ്മേ, ആരെയും പറഞ്ഞ് അറിയിച്ചിട്ടില്ല. വേണ്ടപ്പെട്ടടുത്ത് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കാദംബരിച്ച് പ്രസവിച്ച് കിടക്കുവാണല്ലോ. ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വരൂ. സാരില്ല മോളെ, അവളോടൊന്നും പറയണ്ട. നാളെ ഞാൻ അങ്ങോട്ട് പോകണ്ട. രതീഷിനോട് പറയാം, രതീഷ് ഇങ്ങോട്ട് വരൂ. അവളുടെ തന്നെ സത്യങ്ങളൊന്നും പറയുന്നില്ല. എന്റെ കിരണിനോട് പറയണ്ട്. കിരൺ മോനെ വിഷമിക്കേണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഇതിന് പിന്നെ ആരാണെന്ന് എന്തിനും അറിഞ്ഞോ മോളെ എന്ന് ചോദിക്കുമ്പോ കല്യാണി പറയുന്നുണ്ട്, ഇല്ല അമ്മൂമ്മേ, ആരാണെന്ന് ഒന്നും അറിയില്ല എന്ന് പറയാണ്. ഇതിന് പിന്നിൽ അവനായിരിക്കും ആ ബഗാസുരൻ. പിന്നെ ചിലപ്പോ കൂടെ ആ പ്രകാശൻ എന്ന് പറഞ്ഞവരും ആ വിക്രമും ഉണ്ടാവും. ആ വിക്രത്തിനെ വിട്ടേക്കും മോളെ, അവൻ ഒരിക്കലും നന്നാവില്ല. പക്ഷെ ഞാൻ പോയപ്പോഴെങ്കിലും ആ പ്രകാശൻ നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല മോളെ, അവനും നന്നാവില്ല. ഇതിന്റെ പുറകെ കളിച്ച് എല്ലാവരെയും മോളെ അഴി എണ്ണിപ്പിക്കണം. ആരെയും വെറുതെ വിടരുത്, എല്ലാരും അനുഭവിക്കട്ടെ എന്ന് പറയാണ്. ശരിയാ അമ്മൂമ്മ എന്ന് പറയുന്നുണ്ട്. കിരൺ മോനെ, ഞാൻ അമ്മമ്മ പോട്ടെ എന്നാ ഒരു കുഴപ്പവും സംഭവിക്കില്ല കേട്ടോ. ഞാനും ഒരുപാട് അമ്മമാരൊക്കെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല എന്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞിട്ട് തലയൊക്കെ ഇങ്ങനെ തടവി കൊടുക്കാമ്മ. എന്നിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് പോട്ടെ മോനെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് കല്യാണി തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്.
അമ്മൂമ്മ പോയി കഴിയുമ്പോഴേക്കും വാതിലടക്കാണ് കല്യാണി. ശേഷം പറയണ്ട് അമ്മൂമ്മ അടുത്ത് സത്യം പറയായിരുന്നു എന്ന് പറയുമ്പോ കിരൺ പറയണ്ട, അതെ നിന്റെ അമ്മൂമ്മ ആകെ മാറി, പക്ഷെ ഇപ്പൊ സത്യം അവരാരും അറിയേണ്ട കല്യാണി, അച്ഛനും അമ്മയും നീയും ഞാനും നീയും അതുപോലത്തെ സോണിയും അങ്ങനെ 2-3 പേര് മാത്രം അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം അമ്മൂമ്മ നേരെ പോണത് പ്രകാശിന്റെ വീട്ടിലേക്കാട്ടോ. പ്രകാശനാണെങ്കിൽ വിക്രമാണെങ്കിൽ 2 ചായ ഇട്ട് പ്രകാശിനും അതുപോലെ തന്നെ രാഹുലിനും കൊടുക്കുകയാണ്. അതിനുശേഷം രാഹുൽ പറയുന്നുണ്ട് അവര് കേസൊന്നും ആക്കിയിട്ടില്ലെന്ന് തോന്നുന്നു, ഇതുവരെ പോലീസുകാർ എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ലല്ലോ. അതെ കേസൊന്നും ആക്കിയിട്ടില്ല, എന്തായാലും ആ മുരുകൻ ഇതുവരെ വിളിച്ചിട്ടില്ല, അവൻ വിളിക്കട്ടെ, ഒരു കൊട്ടേഷനും കൂടി അവനെ കൊടുക്കാനുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് ആരോ ബെല്ലടിക്കുന്ന പോലത്തെ ഒച്ച കേൾക്കും, വാതിൽ തുറക്കുന്ന പോലത്തെ ഒച്ച കേൾക്കുകയാണ്. മോനെ എടാ ആരോ വന്നിട്ടുണ്ടടാ എന്ന് പ്രകാശം പറയുമ്പോ വിക്രം വാതില് ഇങ്ങനെ പതുക്കെ ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും അമ്മൂമ്മനെ കാണുവാട്ടോ. അച്ഛാ ഒരു വിരുന്നുകാരി വന്നിട്ടുണ്ട്. വിരുന്നുകാരിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശം നോക്കുമ്പോഴേക്കും ഇത് അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മേ വാ അമ്മ കേറി വാ. എടാ നിനക്കൊക്കെ മതിയായില്ലടാ, ആ പാവം ചെക്കൻ ജഡം പോലെ ഓർമ്മശക്തി ഇല്ലാണ്ട് കിടക്കണം കണ്ടിട്ടും നിനക്കൊന്നും മതിയായില്ലടാ. സത്യം വേടാ, ഇതിന് പിന്നിൽ നിങ്ങളൊക്കെ തന്നെയാണോടാ? അമ്മേ ഞങ്ങളൊന്നും അല്ലമ്മേ, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. അടാ നിങ്ങളല്ലെങ്കിൽ ആ ബഗാസുരൻ, എന്തായാലും നിങ്ങൾക്കൊന്നും നന്നായി കൂടെടാ എന്ന് അമ്മൂമ്മ ചോദിക്കാണ്. അമ്മേ ഞാൻ നന്നായി അമ്മേ, അമ്മ കണ്ടില്ല ഞാൻ തലയൊക്കെ മൊട്ടടിച്ചു, അമ്മ പോയ പിന്നെ എനിക്ക് ആകെ വിഷമമാണമ്മേ, സങ്കടം മാറ്റാൻ വേണ്ടി തല വരെ ഞാൻ മൊട്ടടിച്ചു അമ്മ എന്ന് പറയാണ്. എടാ വിക്രമേ നീ നന്നാവില്ലല്ലേ? ഇല്ല നന്നാവില്ല, എന്തായാലും അവൻ ശവം പോലെ ആയല്ലോ, എനിക്ക് അത് മതി എന്ന് പറയുമ്പോ ഒരു അമ്മൂമ്മ ഒരു അടി വെച്ച് വൃക്കത്തിനെ കൊടുക്കാട്ടോ. അമ്മ എന്തിനാ അവനെ തല്ലണത്? തല്ലലടാ കൊല്ലും, നിങ്ങളുടെയൊക്കെ തല വെട്ടുക വേണ്ടത് എന്ന് പറയാണ്. ഒന്നും നന്നാവില്ല, എന്തിനാണ് ഭൂമിക്ക് ഭാരമായിട്ട് നിങ്ങളൊക്കെ ജീവിക്കണത് എന്ന് പറയുമ്പോ വിക്രം പറയണ്ട് അമ്മേ ഞങ്ങളെക്കാരും ഭാരമായിട്ടുള്ള കുറച്ചു പേരുണ്ട്, അവരില്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കണത് എന്ന് പറയാണ്. നിങ്ങളും നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടെ പോകുവാട്ടോ. അമ്മ പോയി കഴിയുമ്പോഴേക്കും വിക്രം പറയണ്ട് ഹാവു അച്ഛ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം, ആ കിരണിന്റെ ബോധവും അതുപോലെ തന്നെ ബുദ്ധിയും ഒന്നുമില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് അമ്മൂമ്മ പറയുന്നത് കേട്ടില്ലേ, സത്യം തന്നെയായിരിക്കും, അവരങ്ങനെ ജഡം കണക്ക് അങ്ങനെ കിടക്കുമായിരിക്കും അച്ഛ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ജെറീനെയാണ്. ജെറി നമ്മുടെ കിരണിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക കേട്ടോ. അങ്ങനെ സ്ലോ മോഷനിലേക്കാണ് ഇങ്ങനെ നടന്നു വരുന്നത്, 2 മിനിറ്റ് സ്ലോ മോഷൻ നടത്തുവാട്ടോ. അങ്ങനെ വാതിൽ മുട്ടുമ്പോഴേക്കും കല്യാണിയാണ് വാതിൽ തുറക്കണം. പെട്ടെന്ന് കിരൺ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അനക്കൂല, അതുപോലെ അങ്ങനെ കിടക്കുവാട്ടോ. അങ്ങനെ ജെറി അകത്തേക്ക് കയറുന്നുണ്ട്. കിതാര് ജെറി ചേട്ടനോ, വാ ചേട്ടാ എന്ന് പറയാണ്. കല്യാണി ഇപ്പൊ എങ്ങനെയുണ്ട് കിരണിനെ? കണ്ടില്ലേട്ടാ ഇങ്ങനെ ഒരേ കിടപ്പാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. സാരില്ല കല്യാണി, എല്ലാം ശരിയാവും. സത്യം പറഞ്ഞാൽ ഞാൻ ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയത് കൊണ്ടാ കിരൺ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവർ ഒരു തടി കൂടി കിരണിന്റെ തലക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കിരൺ തീർച്ചയായിട്ടും ഇല്ലാതായാനെ. എന്തായാലും ഇങ്ങനെ കിരണ് കിട്ടിയില്ല കല്യാണി തിരിച്ച്. കിരൺ തീർച്ചയായിട്ടും പഴയ പോലെ തന്നെ വരും കല്യാണി. പിന്നെ കിരണു നിസ്സാരക്കാരനൊന്നല്ല കേട്ടോ, അത്രോ ഗുണ്ടകൾ ഒറ്റക്കിടുന്ന് ചവിട്ടിക്കൂട്ടിയില്ലേ, പിന്നെ പുറകെന്ന് ഒരാൾ വന്നപ്പോ മാത്രമാണ് കിരണ് അടി തെറ്റിപ്പോയത് എന്ന് പറയാണ്. ചെറിച്ചേട്ടന്റെ നമ്പർ ഒന്ന് തരാവോ എന്ന് കല്യാണി ചോദിക്കുകയാണ്. നമ്പറോ? അതെ ചേട്ടനിടയ്ക്ക് വിളിക്കാലോ, പിന്നെ കിരണേട്ടൻ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യമുണ്ട് ചേട്ടനോട് പറയാലോ. അതിനെന്താ നമ്പർ തരാ, ഇന്ന് എന്റെ ഫോൺ ഒന്ന് സേവ് ചെയ്തതാക്കി ജെറിച്ചേട്ടാ എന്ന് കല്യാണി പറയാണ്. ജെറി അങ്ങ് ഈശ്വര എങ്ങനെ നമ്പർ കൊടുക്ക, ഒരു നമ്പർ തെറ്റിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ജെറി നമ്പർ സേവ് ചെയ്ത് കൊടുക്കാട്ടോ. ഇന്ന കല്യാണി ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്നാൽ തന്നെ ഇറങ്ങാണ്, ഇടയ്ക്ക് വരാൻ കേട്ടോ കിരണെ, ഇടയ്ക്ക് വരാവേ എന്ന് പറഞ്ഞിട്ട് ജെറി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ഇറങ്ങിയപ്പോഴേക്കും കല്യാണി വാതിലടക്കാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ജെറിച്ചേട്ടനോട് സത്യം പറയുന്നു, ജെറിച്ചേട്ടനല്ലേ കിരണേട്ടനെ സഹായിച്ചത്? അതെ, പക്ഷെ ജെറി അടുത്ത് ഇപ്പൊ സത്യം പറയണ്ട, നമുക്ക് അടുത്ത ദിവസം തന്നെ പറയാം എന്ന് പറയാണ്. പക്ഷെ ജെറി പോയിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദുള്ള ജെറി ഇതെല്ലാ സത്യങ്ങളും വാതിലിന്റെ സൈഡിൽ നിന്ന് കേൾക്കണ പോലെയാണ് ഇന്ന് കാണിച്ചത്. അതോ കേട്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.